ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച്ഡ് മാരേജ് ആയാലും എൻ്റെ അഭിപ്രായത്തിൽ ഒരു ലവ് വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ. ഈ ലവ് ഇതിനകത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞുനാളിലെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളൊരു 3 അക്ഷരമുണ്ട്, ഗോഡ് ഈസ് ലവ്. അപ്പം ഇത് എനിക്കിത് കുറച്ചുകൂടെ ആധികാരികമായിട്ട് പറയാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഞാൻ പ്രണയിച്ച് വിവാഹം കഴിച്ച ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ബാലാരിഷ്ടതകളും കഷ്ടപ്പാടുകളും എനിക്കൊരു തത്വജ്ഞാനിയെ പോലെ പറയാൻ സാധിക്കും. ഈ പ്രണയിക്കുന്ന സമയത്ത് ഈ ക്രഷിന്റെ അവസ്ഥയെല്ലാം കഴിഞ്ഞ് ഒരു PG എത്തുമ്പോൾ ക്രഷുകൾ മറികടക്കുന്നു, ഇൻഫാച്വേഷൻ മറികടന്ന് ഒരു PG എത്തുമ്പം അങ്ങനെ ഒരു പ്രണയം വരുവാണ്. അപ്പം ഞാൻ അന്ന് ചെയ്തൊരു കാര്യം, പാലക്കാട് രൂപതയുടെ അച്ഛനുണ്ട്, ഒരു കൊളമ്പിലച്ഛനെ ചെന്ന് നേരിട്ട് കണ്ടിട്ട് പറഞ്ഞു, അച്ഛൻ അത് ഇങ്ങനൊരു സംഭവമുണ്ട്, ഇതിപ്പോൾ എന്നാ ചെയ്യുന്നതെന്ന് എന്ന് ചോദിച്ചു അച്ഛനോട്. അപ്പോൾ എനിക്കത് അങ്ങനെ ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അതല്ലാതെ എങ്ങനെ ഇത് വർക്കൗട്ട് ആകുന്നത് എനിക്ക് അറിയത്തില്ല. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ പേരൻസിനെ കൺവിൻസ് ചെയ്യണമെങ്കിൽ അത് അങ്ങനെ വേണം. ഇനി അപ്പുറത്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അത് പറഞ്ഞ ഒരു പോയിന്റ് ഒന്ന് ഞാൻ ബ്രേക്ക് ചെയ്ത് ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ശരിക്കും നമുക്ക് ഒരു പ്രണയം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആരോടാണ് ആദ്യം പറയുന്നത്? ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ഫാക്ട് ആണ്. നമ്മൾ ഫ്രണ്ട്സിനോടാണ് പറയുന്നതെങ്കിൽ അത് കയ്യിൽ നിന്ന് പോയി. നമുക്കൊരാളുടെ ഒരു താല്പര്യം തോന്നാം, അത് പ്രണയമായിട്ട് രൂപാന്തരപ്പെടുന്ന ഒരു സുഹൃത്തുക്കൾ പറയുകയാണെങ്കിൽ പിന്നെ ചൊറിഞ്ഞ് ഇല്ലെങ്കിൽ പോലും ഞാൻ ആ വ്യക്തിയെ പ്രണയിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും. അത് പലപ്പോഴും ഈ ഫ്രണ്ട്സിനോട് പറയുന്നതാണ് പലപ്പോഴും ഇതിനൊരു വലിയ നെഗറ്റീവ് കുഴിയിലേക്ക് ഇത് വീഴാനുള്ള. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇച്ചിരി മുതിർന്ന ഒരാൾ, ഇച്ചിരി വെട്ടം കിട്ടിയ ഒരാൾ, ഒരു ആത്മീയമായിട്ടൊക്കെ ഒരാൾ, അല്ലെ ഏറ്റവും ബെസ്റ്റ് ഫാമിലിക്ക് അത്ര ഓപ്പൺനെസ് പേരൻസ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് തന്നെ പറയണം, ഉറപ്പായിട്ട് അവരുടെ അടുത്ത് തന്നെ പ്രൈമറിലി പറയണം. അതെ, ഇപ്പം പേരൻസിനോടൊക്കെ ആദ്യം പറഞ്ഞപ്പം അങ്ങനെ വർക്കൗട്ട് ആയില്ല. ശരിയാണ്. പക്ഷെ അവിടെ പേഴ്സണലി ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇഫ് ഇറ്റ്സ് എ ട്രൂ ലവ്, കാത്തിരിപ്പിന് ഒരു ഭയങ്കരമായ ഒരു സ്പേസ് ഉണ്ട്. അപ്പം എന്താണ് അച്ഛൻ പറയുന്നത്, അല്ലെ പേരൻസ് പറയുന്നത്, ഓക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറ്റണം. നമ്മളിതിനെ ധൃതി വെച്ച് ചാടിപ്പ് വന്ന് വെയിറ്റ് ചെയ്തിട്ട് സഭയുടെ ഒരു ചട്ടക്കൂടുണ്ടല്ലോ. അപ്പോൾ അതിലൂടെ പോകാൻ പറ്റും. അതിലൂടെ അങ്ങനെ പോയി വിവാഹത്തിലെത്തി. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. പരസ്പരം അറിഞ്ഞ് ഒക്കെ കെട്ടിയതാണെന്ന് പറഞ്ഞാലും കല്യാണം കഴിഞ്ഞ് 2-3 വർഷം ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. ഇപ്പൊ ആ സമയത്തുള്ള അറിവൊന്നും ഒരു അറിവല്ല. അതൊക്കെ ചുമ്മാ പറയുന്നതാണ്, അനുഭവങ്ങൾ സംസാരിക്കുന്നത്. ഡെഫിനറ്റ്ലി അത് 2-3 വർഷം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് വളരെയധികം ബുദ്ധിമുട്ടുകൾ. അപ്പൊ അന്നേരം ആ ഘട്ടത്തിൽ നേരത്തെ വികാരിയച്ഛനോട് പറഞ്ഞത്, അഥവാ സഭയോട് പറഞ്ഞത്, അഥവാ പേരൻസ് എങ്ങനെയെങ്കിലും ഒക്കെ സമ്മതിക്കുന്നോടം വരെ കാത്തിരുന്നതൊക്കെ ഒരു മെറിറ്റായിട്ട് മാറുകയും ആ സമയത്ത് ഇനിയിപ്പം ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, ഏതോ ഒരു ഘട്ടത്തിൽ ഒരു പുരോഹിതൻ്റെ അച്ഛനോട് പറഞ്ഞത്, ഒരിക്കലും ഒരു ഭർത്താവിനും ഒരു ഭാര്യയെയും അമ്മയെയും ഒരുപോലെ സംതൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല, അതിനുവേണ്ടി മെനക്കെട്ട് സമയം കളയണ്ട. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് ആക്ച്വലി കാത്തലിക് ചർച്ചാണ് ആക്ച്വലി. അപ്പോൾ അതിലൂടെ അത് കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു തലം അങ്ങോട്ട് മാറും. അവിടെയാണ് ഞാൻ മനസ്സിലാക്കുന്ന റിയൽ ലവ് തുടങ്ങുന്നത്. സോ കാത്തിരിപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് തിങ്, ഇതൊന്നും അല്ല മനസ്സിലാക്കുക. നേരത്തെ എപ്പോഴോ ചിൻഡു ഒക്കെ പറഞ്ഞതുപോലെ ഇതിനകത്തൊരു പെയിൻ ഉണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോയ്ക്കാന്ന് പറയേണ്ടി വരും. ഈശോ മരിച്ചു നമുക്ക് വേണ്ടി. സോ ഇവിടെ മരിച്ചില്ലേലും ഒന്ന് സഹിക്കാനുള്ള ഒരു പ്രണയം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് ഒരാളെ ടോളറേറ്റ് ചെയ്തിട്ട് പരസ്പര പൂരകമാകുന്ന ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണെന്നാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് മൈ അണ്ടർസ്റ്റാൻഡിങ്. ഈ കാത്തിരിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതാണ് പറ്റത്തില്ലാത്തത്. അതായത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് അവർക്ക് വേണ്ടത്. ഇപ്പോൾ നിങ്ങളൊരു കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരി നിങ്ങൾ പ്രണയത്തിലാണെങ്കിൽ നിങ്ങൾ ശരിക്കുള്ള പ്രണയത്തിലാണ് അല്ലേ എന്നുള്ള ചെക്ക് ലിസ്റ്റുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ അച്ഛാ, അതിലൊരു ബ്യൂട്ടിഫുൾ ഒരു സ്പേസ് ഉണ്ട്. അതായത് ഈ കാത്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലെത്തും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 50 ദിവസം നോയമ്പെടുത്താണ്, ഒരു ഈസ്റ്ററിന് ഒരു 50 ദിവസം ഫോം വിളിക്കുകയില്ല, ഒന്നുമില്ല. നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്യും. എൻ്റെ ഈശോ ഇനിയിപ്പോൾ ഇത് ഇഷ്ടമല്ലെങ്കിൽ അതങ്ങനെ പൊക്കോട്ടെ, കുഴപ്പമില്ല, പക്ഷെ സങ്കടം ആർക്കും ഉണ്ടാവാതിരുന്നാൽ മതി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ആ സമയത്താണ് കർത്താവ് ഇത് ക്രമീകരിക്കാന്നാണ് എൻ്റെ പേഴ്സണലൈസ്ഡ് ആണ് കേട്ടോ. സാറേ, ഇതിൻ്റെ ഒരു പ്രശ്നം കിടക്കുന്ന എവിടെയാണെന്നറിയാമോ? ഇതൊക്കെ ഈ കർത്താവ് തൊട്ടവർക്കും അല്ലെങ്കിൽ കർത്താവിനെ കൃത്യമായിട്ട് ഇങ്ങനെ ഇതൊരു നമ്മളെ കണക്ഷനെ പറ്റിയാണല്ലോ പറയുന്നത്. ഈ കർത്താവായിട്ടുള്ള കണക്ഷൻ ഉള്ളവർക്ക് മാത്രമേ വേറൊരു കണക്ഷൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ, കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സാറി പറഞ്ഞ കാര്യം നമുക്കിങ്ങനെ ഒരു ഐഡിയൽ സെറ്റപ്പായിട്ട് മുമ്പിൽ നിർത്തിയിട്ട് പക്ഷേ ഓൺ ദ അതർ സൈഡ് ശരിക്കും ഒരു ലിറ്ററൽ മിസ്റ്റേക്കിലേക്ക് ചാടിപ്പോകാനുള്ള വലിയ സാധ്യതകൾ ഈ ചെറുപ്പക്കാർ നമ്മൾ ഈ കാത്തിരിപ്പും പ്രാർത്ഥനയൊക്കെ പറയുമ്പോൾ പോലും
ഒരു മറുവശത്ത് ഭയങ്കര അപകടകരമായ കാഴ്ചകളുണ്ടല്ലോ ശരിക്കും. തീർച്ചയായിട്ടും ഉണ്ട്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ക്രഷ് അവിടെ തീരുന്നു. ഇന്നത്തെ ക്രഷിന് അതിന്റെ ഒരു സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ് ഒക്കെ ഉണ്ട്. അതിനൊക്കെ വെർച്വൽ എവിഡൻസുകളും ഉണ്ടാകുകയാണ്. ഇതൊക്കെ വളരെ ഫാസ്റ്റ് ആണ്. അപ്പൊ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഭാഗമാണ് പ്രണയമാണ്. എത്രയോ പേരാണ് ഈ പ്രണയിക്കുന്ന ആളെ കൊന്നു കളയുന്നത്. അത് ഡിനേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉടനെ അപ്പൊ എന്തോ പ്രണയം അത്. നമ്മളെല്ലാവരും കൃത്യമായിട്ട് ലോകം പറഞ്ഞു പഠിപ്പിച്ചൊരു മണ്ടത്തരമാണ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഒരു മണ്ണാങ്കട്ടയില്ല ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഒരു സാധനം ശരിക്ക് ലവ് അല്ലല്ലോ. അവിടെ നമുക്ക് അട്രാക്ഷൻ, ഇൻഫ്ലാക്ച്വേഷൻ അല്ലെങ്കിൽ അതൊക്കെ മാത്രമേ ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് സംഭവിക്കും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ ലവ് ഔട്ട് ഓഫ് സിമ്പതി. നമ്മുടെ ഈ സ്കൂൾ കോളേജുകളിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഭയങ്കര അലമ്പായിട്ട് നടക്കുന്ന ഒരുത്തരൊക്കെ അങ്ങ് നന്നാക്കി കളയാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൂടെ ഉണ്ടെങ്കിൽ നന്നാവും എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു സേവിയർ കോൺഷ്യസ്, ഐ ആം ദ സേവിയർ എന്നൊക്കെ വെച്ച് കർത്താവ് മാത്രം യഥാർത്ഥ സേവിയർ ഉള്ളൂ. ആർക്കെങ്കിലും ആരെങ്കിലും ഒരു പരിധി രക്ഷിക്കാൻ പറ്റും. അച്ഛാ, അതിനകത്ത് വേറൊരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാനുണ്ട്. അതായത് മിക്ക പെൺകുട്ടികൾക്കും പറ്റുന്ന വേറൊരു തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിലൊക്കെ ആയിരിക്കും, ഇങ്ങനത്തെ ലവ് റിലേഷൻഷിപ്പിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ ആൺകുട്ടി ദുസ്വഭാവങ്ങളുള്ള ഒരാളായിരിക്കും. പക്ഷേ പെൺകുട്ടി ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റിൽ അവള് ഇതിങ്ങനെ വിശ്വസിക്കും, വിവാഹം കഴിഞ്ഞാൽ ഇവൻ എല്ലാം സ്റ്റോപ്പ് ചെയ്യും, അതായത് വിവാഹം കഴിഞ്ഞാൽ എനിക്ക് ഇവനെ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്താൻ പറ്റും. അപ്പൊ എങ്ങനത്തെ ടോക്സിസിറ്റി എല്ലാം സഹിക്കും, ഇതൊന്നും പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഈ സ്നേഹത്തിന് വേണ്ടി ഇതെല്ലാം വെക്കും. വളരെ വലിയൊരു ചെക്ക് ലിസ്റ്റ് ആണ് അത്. കാരണം അത് പെൺകുട്ടികൾ പ്രത്യേകമായിട്ടും തിരിച്ചറിയേണ്ട. അങ്ങനെ ഒരുപാട് പേര് ചതിക്കുഴി സേവിയർ ആവാൻ പോയിട്ട് ശരിക്കും സിന്നർ ആയി പോയ അനേകം സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ പെടുന്നതിന്റെ കൃത്യം ചെക്ക് ലിസ്റ്റാണ് ഈ സിമ്പതി അല്ലെങ്കിൽ ഔട്ട് ഓഫ് പ്രഷർ. ഇപ്പൊ ഞാൻ ചത്തു കളയുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടൊക്കെ ഒരാളെ കൊണ്ട് സ്നേഹം പറയിപ്പിക്കുക, അല്ലെങ്കിൽ ലവ് ഔട്ട് ഓഫ് കമ്പാഷൻ, ഇതെല്ലാം വലിയ അപകട മോർ ദാൻ ദ ടെമ്പററി കെയർ. വളരെ ടെമ്പററി ആയിട്ട് ഒരു കെയർ കിട്ടാൻ വേണ്ടി ചിലപ്പോൾ വീടൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. അപ്പൊ സ്കൂളിലോ കോളേജിലൊക്കെ ചിലപ്പോൾ ഭയങ്കര കെയർ കിട്ടുന്ന അവസ്ഥ ഉണ്ടായിരിക്കും. ഇതൊക്കെ ഈ മിന്നുന്നതെല്ലാം പൊന്നലാന്നൊക്കെ പഴയ പഴമക്കാരൊക്കെ പറയുന്ന പോലെ. അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നീ ഇല്ലെങ്കിൽ ഞാനിപ്പോ ചത്ത് കളയുമെന്ന് പറയുന്ന പോലത്തെ, അല്ലെങ്കിൽ നീ എന്നെ വിളിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ദുഃഖമാണ്, ഞാൻ ഭയങ്കര നിരാശയാണ്. ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്നോടുള്ള ഭയങ്കര സ്നേഹത്തിന്റെ സംഭവമാണ്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ ഏറ്റവും നല്ല ചെക്ക് ലിസ്റ്റുകൾ എടുക്കണം. അതായത് ആ ബന്ധം അപ്പം നമ്മൾ ബ്രേക്കപ്പ് എടുക്കേണ്ട വലിയ ഒരു അടയാളമാണ് ആ ഒരു സംഭവം. കാരണം ഇമോഷണലി മച്ചുവർ അല്ലാത്ത ഒരാളാണ്. അതായത് ഈ സ്പേസ്, ഇൻഡിവിജ്വൽ സ്പേസ് ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് നമുക്ക് വളരാനുള്ള ഒരു സ്പേസ് എപ്പോഴും ഒറ്റയ്ക്ക് മാറി നിൽക്കാൻ, ഒറ്റയ്ക്ക് ചിന്തിക്കാൻ. ഇത് നമ്മുടെ കണ്ടിന്യൂഷൻ ആണ്. അതായത് ഇപ്പോ ബ്രേക്കപ്പ് നമ്മള് എല്ലാരും ഈ തേപ്പ് എന്നൊക്കെ പറഞ്ഞ മനോഹരമായിട്ട് മലയാളത്തിൽ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട വാക്കാണല്ലോ. തേപ്പുകാരൻ, തേപ്പുകാരി, ബ്രേക്കപ്പ്. അപ്പോ ഈ ബ്രേക്കപ്പ് നടത്തുക എന്നുള്ള ഒരു മഹാപാപമായിട്ട് കരുതുന്ന വലിയൊരു തലമുറയുണ്ട്. ഐ ഫീൽ ശരിക്ക് ഫോർ എ നോബിൾ കോസ് ബ്രേക്കപ്പ് ഈസ് നെസസറി. ചില കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ബ്രേക്കപ്പ് എടുക്കാൻ തന്നെ പറ്റണം. ചില കാര്യം എന്താണെന്നറിയോ, വിവാഹത്തിൽ ബ്രേക്കപ്പ് എടുക്കാൻ പറ്റില്ല. കാരണം കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. റിലേഷൻഷിപ്പ് ആയിരിക്കും നമുക്ക് ബ്രേക്കപ്പ് നടത്താൻ പറ്റില്ല. കാരണം അത് ഈ ചെക്ക് ലിസ്റ്റുകൾ ഒന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് മജോറിറ്റി റിലേഷൻസും ബ്രേക്കപ്പ് ആവേണ്ട തന്നെയാണ്.